ഹലോ എവരി വൺ. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഏവിയേഷൻ, ടൂറിസം, അങ്ങനെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആരുമില്ലല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ +2 കഴിഞ്ഞിട്ട് BBA ഹോട്ടൽ മാനേജ്മെന്റ്, ഏവിയേഷൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ പ്രസിദ്ധമായിട്ടുള്ള കോളേജാണ് മഹാജന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മഹാജന കോളേജിലാണ്. മൈസൂരിലെ പ്രസിദ്ധമായിട്ടുള്ള കോളേജാണ് മഹാജന കോളേജ് എന്ന് പറയുന്നത്. BBA ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആദ്യം അവരെ പരിചയപ്പെടാം. ഒന്ന് പേര് പറയാം, പേരും പഠിക്കുന്ന കോഴ്സും പറഞ്ഞു. എൻ്റെ പേര് ശ്രേയ സജീവ്. ഞാൻ പഠിക്കുന്നത് BBA ഏവിയേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ടൂറിസം ആണ്. എൻ്റെ പേര് ദീപ്ന. ഞാനും BBA ഏവിയേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ടൂറിസം തന്നെ പഠിക്കുന്നത്. എൻ്റെ പേര് അഭിരാം. ഞാനും BBA ഏവിയേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ടൂറിസം ആണ് പഠിക്കുന്നത്. അപ്പോൾ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ +2 ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരങ്ങനെയല്ല. അവർ +2 ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ അല്ലെങ്കിൽ സയൻസ് ഒക്കെ പഠിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ കോഴ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല, എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് അറിയില്ല, അതിനുശേഷം എന്തെല്ലാം ജോലി സാധ്യത ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച്, അതായത് എന്തെല്ലാമാണ് സിലബസിലുള്ളതെന്നും അതിന് ജോബ് പ്രോസ്പെക്ടസ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ഇതിൻ്റെ അകത്ത് കോഴ്സിൽ ഏവിയേഷൻ പിന്നെ ഇൻ്റർനാഷണൽ ടൂറിസമിൽ വരുന്നതെല്ലാം ജിയോഗ്രഫിയും നമ്മുടെ ടൂറിസം ആൻഡ് കൾച്ചറിനെ കുറിച്ചാണ് എല്ലാം വരുന്നത്. അതല്ലാണ്ട് ഏവിയേഷൻ മാനേജ്മെന്റ് വരുന്നുണ്ട്, പിന്നെ എയർപോർട്ട് മാനേജ്മെന്റ് വരുന്നുണ്ട്, കാർഗോ വരുന്നുണ്ട്. ഒരു സബ്ജക്ട് എൻറ്റയർലി എയർപോർട്ടിന് തന്നെ കുറച്ചായിട്ടുണ്ട്. അതേപോലെ ടൂറിസം ബേസ്ഡ് ആയിട്ടുണ്ട് ഓൾ ദ സബ്ജക്ട്സ്. അപ്പോൾ ജോഗ്രഫി, അതുപോലെ തന്നെ ടൂറിസം, സോ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ ഇഷ്ടമുള്ള ഒരു ടൂറിസം മേഖലയിൽ ആപ്റ്റ്യൂഡ് ഉള്ള കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നമ്മുടെ BBA ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലേ? ഉറപ്പായിട്ടും. അതുമല്ലാണ്ട് ഇവിടെ മാർക്കറ്റിംഗ് ഒക്കെ പഠിപ്പിക്കും. സോ ബിസിനസ്സിനും അത് ഹെൽപ്പ് ആവും. അപ്പോൾ നമുക്ക് മഹാജന കോളേജിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാം. അപ്പോൾ മഹാജന കോളേജിൽ നിങ്ങൾ എന്തുകൊണ്ട് മൈസൂർ ചൂസ് ചെയ്തു? നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് BBA ഏവിയേഷൻ ഉണ്ട്. അപ്പോൾ അതൊന്നും പഠിക്കാതെ നിങ്ങൾ മൈസൂർ വരാനുള്ള കാരണം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, മൈസൂർ ടൂറിസം ഹബ്ബാണ്. സോ യൂഷ്വലി ടൂറിസം അധികമായിട്ടുള്ളതുകൊണ്ട് വി ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഹിയർ. അതും അല്ലാണ്ട് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ഇറ്റ് ഈസ് വെരി ഗുഡ്. മൈസൂരിലാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ കുറേ കൾച്ചറൽ ആൾക്കാരുള്ള ഡിഫറെൻറ്റ് ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടാവും. ഞങ്ങൾ എല്ലാവരോടും മിങ്കിൾ ചെയ്യുമ്പോൾ വി ഗെറ്റ് കോൺഫിഡൻസ് അധികമാവും അങ്ങനെ. സോ ഐ തിങ്ക് മൈസൂർ ഇസ് ദ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ആൻഡ് ഗ്രോ. ഇപ്പോൾ മൈസൂർ നിങ്ങൾ പഠിക്കുന്ന കോളേജ് മഹാജന കോളേജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മഹാജന കോളേജ് പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ നന്നായി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇവൻസിനും ഇതിനൊക്കെ പോകുമ്പോൾ കോൺഫിഡൻസ് ലെവൽ കൂടും. പിന്നെ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. സോ ദാറ്റ് ഐ തിങ്ക് മഹാജന ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ്. ഓക്കെ, വാട്ട് അബൌട്ട് ദ ലാംഗ്വേജ് ട്രെയിനിങ് ആൻഡ് ഓൾ? ടീച്ചേഴ്സ് ആർ സ്പെസിഫൈഡ് ഇൻ ഈച്ച് ലാംഗ്വേജ്. ഇപ്പോൾ ഞങ്ങൾ പെർട്ടിക്കുലർ ഗ്രൂപ്പായിട്ട് മലയാളികളാന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ദേ അഡ്ജസ്റ്റ് they use kind of simple words. അങ്ങനെ ഫുൾ കന്നഡ ആയിട്ടൊന്നും എടുക്കൂല. അവർ എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെയാണ് ക്ലാസ്സസ് എടുക്കുക യൂഷ്വലി. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് ക്ലാസ് പോകുന്നത്, ഫുൾ ഇംഗ്ലീഷിലാണ് ക്ലാസ് പോകുന്നത്, അല്ലേ? സോ നിങ്ങൾക്ക് ഇനി ഇവിടെ ഒരു ഫോറിൻ ലാംഗ്വേജ് ട്രെയിനിങ് കാര്യങ്ങളും കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് ഫ്രഞ്ച് മാൻഡേറ്ററി ലാംഗ്വേജ്. അതല്ലാണ്ട് ഞങ്ങൾക്കൊരു സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ട് ഒരു ഇതുണ്ട്, അമഡിയസ് ആൻഡ് ഗലീലിയോ എന്ന് വെച്ചാൽ. അത് യൂഷ്വലി ഞങ്ങൾക്ക് ലാസ്റ്റ് ഇയറിൽ ട്രെയിൻ ചെയ്യാൻ പുറത്തുനിന്ന് ഫാക്കൽറ്റി വരും. ഓക്കെ. ആൻഡ് നമ്മൾ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് കോഴ്സിനെ കുറിച്ചായിരുന്നു, ഏവിയേഷൻ ആൻഡ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് കോഴ്സിനെ കുറിച്ചായിരുന്നു. അപ്പം ഇവർ മഹാജന കോളേജിലെ കുട്ടികളാണ്. അപ്പം നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ തന്നെയുള്ള ഒരു ജോബ് ആയിരിക്കും, ഓഫ് കോഴ്സ്, അല്ലേ? ഓക്കെ. എത്രത്തോളം ഉണ്ട് നമ്മുടെ ഈ ഒരു ഫീൽഡിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്? അക്കോർഡിംഗ് ടു മീ ഞങ്ങൾക്ക് ഇവിടെ ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലാണ്ട് ഹോസ്പിറ്റാലിറ്റി കൂടി പഠിപ്പിക്കുന്നുണ്ടല്ലോ. സോ ഞങ്ങൾക്ക് യൂഷ്വലി ഓൾ ദി ഹോസ്പിറ്റാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഞങ്ങൾക്ക് ഇവിടെ കരിയറിൽ വി ക്യാൻ ഫിക്സ് ദ കരിയർ ഓവർ ദർ. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ എയർപോർട്ടിലായിക്കോട്ടെ, ഹോട്ടലിലായിക്കോട്ടെ, ഞങ്ങൾക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രേയ, നമ്മൾ ഹോസ്റ്റലിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാമോ? ഹോസ്റ്റല് നമുക്ക് വരുന്നത് 2 ഷെയറിംഗ് ആണ്. ഒരു റൂമിൽ 2 പേരായിരിക്കും. ഫുഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണ്. ഉടുപ്പി സ്റ്റൈൽ ഫുഡാണ്. അതേപോലെ ഫെസിലിറ്റീസ് ആണെങ്കിലും ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ല. ക്ലീനിങ് ഒക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണല്ലേ? ഓക്കെ. മൈസൂർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി, അഡാപ്റ്റബിലിറ്റി കൂടി. അതുമല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഫ്രഞ്ച് എന്ന് പറഞ്ഞൊരു മാൻഡേറ്ററി സബ്ജക്റ്റ് ഉണ്ട്. സോ ആസ് എ ടൂറിസം പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വരുമല്ലോ. സോ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ
ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് മഹാജന കോളേജിലെ ഫാക്കൽറ്റി ആയിട്ടുള്ള നിഖിൽ സാറാണ്, മലയാളിയാണ്. അപ്പോൾ സാറിനോട് കൂടുതലായിട്ട് കോഴ്സിനെ കുറിച്ചും കോളേജിനെ കുറിച്ചും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാർ, നമ്മുടെ മഹാജന കോളേജിനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? തീർച്ചയായും. മഹാജനാസ് എന്ന് പറയുന്നത് 1937 സ്റ്റാർട്ട് ചെയ്തൊരു കോളേജാണ്. അതായത് നമുക്ക് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിൻ്റെ 10 വർഷം മുമ്പ്. അപ്പോൾ അത്രയും ഓൾഡസ്റ്റ് ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മഹാജനാസ് എന്ന് പറയുന്നത്. ഇന്ന് നിലവിൽ നമുക്ക് മൈസൂരിൽ 10ഓളം സ്ഥാപനങ്ങളുണ്ട്, 10ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എല്ലാത്തിലും ചേർത്ത് 6000+ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. നാക്കിൻ്റെ എ ഗ്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മഹാജനാസ് എന്ന് പറയുന്നത്. നിലവിൽ നമ്മൾ 50 മുകളിൽ കോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മഹാജനാസിൻ്റെ അണ്ടറിൽ റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കോഴ്സുകളും വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരിൻ്റെ അണ്ടറിലാണ് വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന 4ാമത്തെ യൂണിവേഴ്സിറ്റി, നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയിൽ തുടങ്ങിയ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് മൈസൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കോഴ്സാണ് ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഏവിയേഷൻ കോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഡിസ്റ്റന്റ് മോഡിലുള്ള കോഴ്സാണെന്ന് തോന്നുന്നു. അപ്പം ഇവിടുത്തെ കുട്ടികളോട് ചോദിച്ചപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടി. കാരണം മൈസൂർ എന്ന് പറയുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ പഠിക്കുമ്പോൾ ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നുണ്ട്, ലാംഗ്വേജ് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ കോളേജിൽ, മഹാജന കോളേജിലെ കുട്ടികൾക്ക് ഈ 2 കോഴ്സിലും പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ ഒരു പ്രോഗ്രാമിന് മെയിനായിട്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ BBA ഏവിയേഷൻ ആൻഡ് ഇന്റർനാഷണൽ ടൂറിസം എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഇതൊരു ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ കോഴ്സാണ്. അതായത് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഇവർക്ക് 2 ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഇവർക്ക് ഏവിയേഷൻ സെക്ടറിലോട്ട് പോകാൻ പറ്റും. ഏവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് എയർലൈൻസും വരും. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ടൂറിസമാണ് ഇവർ പഠിക്കുന്നത്. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ടൂറിസമാണ് ഇപ്പോൾ കേരളത്തിലായിക്കോട്ടെ, കർണാടകയായിട്ട്, തമിഴ്നാടായിട്ട് കോമൺ ആയിട്ടുള്ളത്. ഇതിവർ പഠിക്കുന്ന ഇന്റർനാഷണൽ ടൂറിസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിനകത്ത് നമുക്ക് യൂണിവേഴ്സിറ്റി സിലബസിൽ തന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് ഇൻക്ലൂഡഡ് ആണ്. അതായത് F1 F2 എന്ന് പറഞ്ഞിട്ട്. കാരണം സർവീസ് സെക്ടർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഫ്രാൻസിൽ നിന്നാണ്. അതുപോലെ തന്നെ ലോകത്തുള്ള 30 രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഈ പറയുന്ന ഫ്രഞ്ച്. അപ്പോൾ അതുകൊണ്ട് ഇവർ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഒരു അഡീഷണൽ ഫെദറാണ് ഇവരുടെ ക്യാപ്പിലുള്ളത്. അത് ഇവർക്കൊരു പ്രയോറിറ്റി കിട്ടും. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ അമേഡിയസ് ഗലീലിയോ, അത് GDS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ട്രെയിനിങ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ന് വേൾഡിലുള്ള 70% എയർപോർട്ടുകളെല്ലാം യൂസ് ചെയ്യുന്ന എയർലൈൻ ബുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് അമേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കോളേജിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കോഴ്സിന് ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ ഡിഗ്രി എന്ന് പറയുന്ന 3 വർഷമാണ് കോഴ്സ്. നമ്മുടെ ഇവിടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ടോട്ടൽ 3 ഇയർ തന്നെയാണ്. പക്ഷേ ഇതിൽ 2.5 വർഷമാണ് ഇവർക്ക് ക്ലാസ്സസ് ഉള്ളൂ. അതിൽ തിയറി പ്ലസ് പ്രാക്ടിക്കൽ വരും. ബാക്കിയുള്ള 6 മന്തിൽ ഇവർക്ക് ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. അതായത് നമ്മൾ കോളേജിൽ നിന്ന് തന്നെ ഇവർക്ക് എന്ത് ചെയ്യും, ഇൻറ്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എവിടെ ഇവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏവിയേഷൻ സെക്ടറിൽ ഇവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം, ടൂറിസം കമ്പനികളിൽ ഇവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യും, ഇവർക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴത്തെ ജനറേഷൻ സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മോർണിംഗ് 9 മുതൽ 5:30, 6 വരെ ഒന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു മെൻറ്റാലിറ്റി ഇവർക്കില്ല. അപ്പം നമ്മളിവിടെ ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് 9 നമുക്കിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, 1:30 വരെ നമുക്കിവിടെ ക്ലാസ് ഉള്ളൂ. ബാക്കി ടൈം ഇവർക്ക് പാർട്ട് ടൈമിന് പോകാൻ പറ്റും. കാരണം മൈസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസം സിറ്റിയാണ്. അതുകൊണ്ട് ടൂറിസ്റ്റുകളെല്ലാം വരുന്നത് ഒരു ഈവനിങ് ടൈമാണ് വരുന്നത്. അപ്പം മിനിമം 6 hours ഇവർ വർക്ക് ചെയ്യണം. അതായത് 1:30 ക്ലാസ് കഴിഞ്ഞ് ഒരു ലഞ്ചെല്ലാം കഴിഞ്ഞ ശേഷം ഒരു 3ക്ക് ഇവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ് ടു 9 വരെ ഇവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 6 hours വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഏണിങ്സ് മൈസൂരിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എല്ലാ ജോബിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ പാർട്ട് ടൈം ജോബ് അല്ല നമ്മൾ തന്നെ കോളേജിൽ നിന്ന് അറേഞ്ച് ആയി കൊടുക്കും. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള ഹോട്ടൽസ്, ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മെർക്യൂർ, ഐബിസ്, ഇപ്പോൾ നമ്മുടെ റാഡിസൺ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ താജ് ഏറ്റെടുത്തു. ഇപ്പോൾ ഈ ജൂണോട് കൂടിയിട്ട് താജാണ് നടത്തുന്നത്. അപ്പോൾ താജിൽ അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് മോൾഡ് ചെയ്ത സ്റ്റുഡൻസ് നമ്മൾ അവിടേക്ക് പാർട്ട് ടൈമിന് വേണ്ടി കൊടുക്കും. അപ്പം ഇത് മാൻഡേറ്ററി അല്ല, പക്ഷേ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഒരു സേവിങ്സിൻ്റെ ഒരു ഹാബിറ്റ് ഇപ്പം തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ ഇവർക്ക് മൈസൂരിലുള്ള സകല എക്സ്പെൻസുകളും ഇവരെല്ലാ നീഡ്സുകളും ഈ രീതിയിൽ തന്നെ ഇവർക്ക് തീർക്കാൻ പറ്റും, പാരൻസിനെ അധികം ബുദ്ധിമുട്ടിക്കാതെ തന്നെ. നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അബ്രോഡൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലായിട്ട് പാർട്ട് ടൈം ചെയ്യുന്നതായിട്ട് കാണുന്നത്. പക്ഷേ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്നു, ഏൺ ചെയ്യാൻ പറ്റുന്നു, ഒക്കെ അറിയുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അടുത്തൊരു കോഴ്സായിരുന്നു നമ്മുടെ കോളേജിലുള്ളത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. അതായത് എവിടെയൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നോ അവിടെയൊക്കെ ഹോസ്പിറ്റാലിറ്റിക്ക് ഭയങ്കര സ്കോപ്പാണ്. അപ്പം നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം 250 ഡിഷസ് ഇവരെ പഠിപ്പിക്കും. അതിൽ ഇന്ത്യൻ ഡിഷസ് മാത്രമല്ല, ഇൻ്റർനാഷണൽ ഡിഷസിൽ ചൈനീസ് വരുന്നുണ്ട്, ഇറ്റാലിയൻ വരുന്നുണ്ട്, ഫ്രഞ്ച് വരുന്നുണ്ട്, കോണ്ടിനെൻ്റൽ, മൊറോക്കൻ, ശ്രീലങ്കൻ എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് മോക്ടെയിൽ കോക്ടെയിൽ മിക്സിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ബാരിസ്റ്റ ട്രെയിനിങ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, പ്ലേറ്റിംഗ് പ്രസൻറ്റേഷൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് സ്റ്റുഡൻറ്റിന് ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവർക്ക് ലൈഫിൽ സെറ്റിൽ ആകത്തക്ക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഈ ഹോസ്പിറ്റാലിറ്റിയിൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ കോഴ്സിലും ഫ്രഞ്ച് ലാംഗ്വേജ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്റ്റുഡൻസിനെ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസ്ഥാനത്തിൽ ജോലിക്ക് വിടുക എന്നത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. കാരണം നമ്മുടെ ഓൺടർപ്രണർഷിപ്പ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴും ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് മാത്രമല്ല, ഒരു എംപ്ലോയർ മൈൻഡ് സെറ്റ് കൂടി ക്രിയേറ്റ് ചെയ്തൊക്കെ രീതിയിൽ, അതായത് നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം ഇവർക്ക് നടത്താൻ പറ്റും. അത് തുടങ്ങാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവർ ഇതിനെക്കുറിച്ച് അറിയണം. പഠിച്ചവൻ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ സക്സസ് ആവും. നമ്മൾ വായിച്ചിട്ടുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. ഇതേപോലെ തന്നെ പഠിച്ചാലും ബിസിനസ് ചെയ്യാം, പഠിച്ചില്ലെങ്കിലും ചെയ്യാം. പഠിച്ച് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ ആംഗിളും നമുക്ക് പിടികിട്ടും. മനസ്സിലായോ? നമുക്ക് ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെഫ്, ഇത് മാത്രമാണ് വരുന്നത്. ഇതല്ല ശരിക്കും പറഞ്ഞത്. ഹോട്ടൽ മാനേജ്മെന്റിൽ മെയിനായിട്ട് 4 ഡിപ്പാർട്ട്മെന്റാണ് കവർ ആവുന്നത്. ഒന്നാമതാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, 2 ഫുഡ് ആൻഡ് ബിവറേജസ്, 3 ഹൗസ് കീപ്പിംഗ്, 4 ഫുഡ് പ്രൊഡക്ഷൻ. അതായത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഗസ്റ്റ് ഒരു ഹോട്ടലിൽ വന്നോട്ടെ, അല്ലെങ്കിൽ ഒരു ക്രൂസ് ഷിപ്പിൽ വന്നോട്ടെ, നമ്മൾ അവരെ വെൽക്കം ചെയ്യുന്നത്, നമ്മുടെ പ്രോപ്പർട്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ ഗസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുന്നത്, ഗസ്റ്റ് സർവീസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് സെക്ഷനാണ്. അതായത് അത്യാവശ്യം എക്സ്ട്രോവേർട്ട് ആയ ആൾക്കാർക്ക്, നല്ല രീതിയിൽ സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഇത് എല്ലാ ഹോട്ടൽസിലും ഈ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. രണ്ടാമെന്ന് പറയുന്നതാണ് ഫുഡ് ആൻഡ് ബിവറേജസ്. നമ്മുടെ സർവീസ് എല്ലാം വരുന്നത് F&B സെക്ഷനിലാണ്. അതേപോലെ തന്നെ നമ്മുടെ മിക്സിങ്, മോക്ടെയിൽ മിക്സിങ് വരുന്നല്ലാണ്ട് F&B സെക്ഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് അടുത്തത് ഹൗസ് കീപ്പിംഗ്. നമ്മൾ ബെഡ് മേക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഹൗസ് കീപ്പിങ്ങിലാണ്. അതുപോലെ തന്നെ 4ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഫുഡ് പ്രൊഡക്ഷൻ. അങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ 3 വർഷം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നു. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും. കാരണം നമ്മളത് പഠിച്ച സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഇതിനകത്ത് സ്റ്റഡി ടൂർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒക്കെ ഉണ്ട്. ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ എങ്ങനെ നടക്കുന്നു, ഇതെല്ലാം നമ്മൾ എത്രത്തോളം തിയറിറ്റിക്കലി നമ്മളിന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ നേരം അനുസരിച്ച് നമ്മൾ ആ ഹോട്ടലുകൾ, സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കണ്ടു കഴിയുമ്പോൾ സ്റ്റുഡൻസിന് മനസ്സിലാവും, ഇങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്യുന്നത്, ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇങ്ങനെയാണ് എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പം ഓവറോൾ ഒരു സ്റ്റുഡൻറ്റിനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേൾഡ് വൈഡ് എവിടെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏൺ ചെയ്യണമെങ്കിലോ നഴ്സിംഗ് പഠിക്കണമെന്ന് തന്നെ ഇല്ല. നമുക്ക് എൻജോയ് ചെയ്ത് ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ. തീർച്ചയായും തന്നെ വേണമെന്നില്ല. ഒരിക്കലുമില്ല. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. അതെ. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്വന്തമായിട്ട് ഒരു 100 പേരെ വെച്ചോ 50 പേരെ വെച്ചോ 10 പേരെ വെച്ചോ നമുക്കൊരു പ്രസ്ഥാനം തുടങ്ങത്തക്ക രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നാളെ ഒരു സമയത്ത് നമ്മളിപ്പോൾ എബ്രോഡ് ആയിക്കോട്ടെ എവിടെയായിക്കോട്ടെ നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണം തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ കോഴ്സുകൾ പഠിച്ചാണ്ട്. അതാണ് ട്രാവൽ ആൻഡ് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ ഇൻഡസ്ട്രീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡിഗ്രി പ്രോഗ്രാംസ് കൂടാതെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ടല്ലേ സാർ? ഉണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്കിവിടെ 2 ഡിപ്ലോമ കോഴ്സസ് ആണ് വരുന്നത്. ഒന്ന് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് 1 ഇയർ പ്രോഗ്രാം. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, അതും 1 ഇയർ പ്രോഗ്രാമാണ്. ഈ 2 പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 9 മാസമാണ്, 9 months ആണ് ഇവർക്ക് ക്ലാസ്സസ് ഉള്ളത്. അതായത് തിയറി പ്ലസ് പ്രാക്ടിക്കൽ. ലാസ്റ്റത്തെ 3 മാസം ഇന്റേൺഷിപ്പാണ് വരുന്നത്. നമ്മൾ ഹോട്ടൽ ഇൻഡസ്ട്രി ആണെങ്കിൽ സ്റ്റാർ ഹോട്ടലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവർക്ക് ഇന്റേൺഷിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഏവിയേഷൻ ടൂറിസം സെക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇന്റേൺഷിപ്പ് ഇവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പം അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി പാസ് ഔട്ട് ആയവർക്ക് ജോയിൻ ചെയ്യാം, ഡിഗ്രി ഫെയിൽ ആയവർക്ക് ചെയ്യാം, +2 പാസ്സായവർക്ക് ചെയ്യാം, +2 ഫെയിൽ ആയി, അതായത് 10th മുകളിലോട്ടുള്ള ആർക്കും ഈ ഡിപ്ലോമ കോഴ്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലരും ഉണ്ട്, ചിലർ നമ്മളോട് പറഞ്ഞിട്ട് ഞാൻ BA ഇംഗ്ലീഷ് എടുത്തു, BA മലയാളം എടുത്തു, പക്ഷേ ഒരു പക്ഷേ ഞാനൊരു ജോലിക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തൊരു സ്കില്ലില്ല, അപ്പം അങ്ങനെ എനിക്കൊരു കോഴ്സ് വേറെ ഇതെന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എൻക്വയറീസ് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് ഡിപ്ലോമ പ്രോഗ്രാം. അത് ഡ്യൂറേഷൻ എടുക്കുന്നില്ല, 1 ഇയർ കൊണ്ട് കാര്യങ്ങളെല്ലാം കഴിയുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡിപ്ലോമ സ്റ്റുഡൻസ് നല്ല രീതിയിൽ ഇംപ്രസീവ് ആകുന്നുണ്ട്. ഈ ഒരു കോഴ്സിന് നല്ല രീതിയിൽ നമുക്ക് അഡ്മിഷൻസ് വന്നൊരു പ്രോഗ്രാമാണത്. അപ്പോൾ മൈസൂരിൽ ഈ ചാറ്റൽ മഴയൊക്കെ അടിച്ച് നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ആണല്ലേ മൈസൂർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണ് നല്ലൊരു ചാറ്റൽ മഴയാണ്, നമ്മുടെ ചാമുണ്ഡി ഹിൽസിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ചാറ്റൽ മഴ. അപ്പോൾ നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് പഠനത്തോടൊപ്പം ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോളേജാണ് മഹാജന കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ വേണ്ടി പറ്റും. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.